ഗീതാ ഗോവിന്ദം. ഇനി ഗോവിന്ദിന് ഗീതുവിനെ വിട്ട് ഒരു പരിപാടിയും ഒരു ജീവിതവും ഇല്ല പ്രേക്ഷകരെ. അതെ, ഗോവിന്ദ് ഇങ്ങനെ അടിവരച്ചിട്ട് കഴിഞ്ഞു മനസ്സിൽ. ഇനി ഗീതുവാണ് തൻ്റെ എല്ലാം 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 ജീവനായിട്ട് ഇങ്ങനെ ഗീതുവിനെ കൊണ്ട് നടക്കുകയാണ്. അതേ പ്രേക്ഷകരെ, നമ്മുടെ രഞ്ജുവിൻ്റെ കാര്യത്തിൽ, ധ്യാനെ കൊണ്ടുവന്ന ഒരു കാര്യത്തിൽ നമ്മുടെ ഗോവിന്ദിന് ഗീതുവിനോട് വല്ലാത്ത മതിപ്പാട്ടോ. എന്തായാലും നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഗീതുവേ, നീ ഇങ്ങനെയൊക്കെ ആക്കി തീർക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഗീതുവിനെ പൊക്കി അടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ആ റിസോർട്ടിൽ കൊണ്ടുപോയിട്ട്. അപ്പോൾ ഗീതു വിചാരിച്ചാൽ തന്നെ വഴക്ക് പറയാൻ ആയിരിക്കും ഒറ്റയ്ക്ക് വിളിച്ചുകൊണ്ട് പോയതെന്നാണ്. പക്ഷേ ഗോവിന്ദ് നമ്മുടെ ഗീതുവിൻ്റെ അടുത്തുള്ള ആ ഒരു നന്ദി പ്രകടനമോ ആ സ്നേഹപ്രകടനമോ ഒക്കെ ഒറ്റയ്ക്ക് കാണിക്കാൻ വേണ്ടിയാട്ടോ നമ്മുടെ ഗീതുവിനെ അന്ന് ആ ചെമ്പകശ്ശേരിയിൽ നിന്ന് വേഗം വിളിച്ചുകൊണ്ട് പോയത്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു എപ്പിസോഡാട്ടോ. അപ്പം നമ്മുടെ ഗീതു പറയുന്നുണ്ട്, നമ്മുടെ ഗോവിന്ദ് ചോദിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ, നിനക്ക് ധ്യാൻ്റെ നമ്പർ എങ്ങനെ കിട്ടിയെന്നൊക്കെ. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, അന്ന് കണ്ണിട്ടിൻ്റെ മുഖത്തൊരു പ്രകാശം അടിച്ചില്ലേ, അത് ഞാൻ ഫ്ലാഷ് ലൈറ്റ് അടിച്ച് ആ ഒരു ഫേസ് ലോക്ക് ഓപ്പൺ ചെയ്തതാണെന്ന് ഇങ്ങനെ ഗീതു പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ്, നിന്നെ ഞാൻ സമ്മതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രസമായിട്ടുള്ള കോമഡി ആയിട്ടുള്ള രംഗങ്ങളൊക്കെ ആട്ടോ. എന്തായാലും ഒരു അടിപൊളി എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.